ഹലോ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ട്രീ കൺസ്ട്രക്ഷനെ കുറിച്ചാണ്. ഇൻ ഓർഡർ ആൻഡ് പ്രീ ഓർഡർ അല്ലെങ്കിൽ ഇൻ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ തരമാണെങ്കിൽ എങ്ങനെ ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. ഇതിന് മുൻപുള്ള വീഡിയോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്കത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ട്രീ കൺസ്ട്രക്ഷൻ, ഇവിടെ പോസ്റ്റ് ഓർഡർ തന്നിട്ടുണ്ട്, അതുപോലെ ഇൻ ഓർഡർ തന്നിട്ടുണ്ട്. പോസ്റ്റ് ഓർഡർ ഇൻ ഓർഡറും തന്നിട്ട് നമ്മളോട് ഒരു ട്രീ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം പോസ്റ്റ് ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ്, ദെൻ റൈറ്റ് ആൻഡ് റൂട്ട്. ഇൻ ഓർഡർ ആണെങ്കിലോ ലെഫ്റ്റ്, റൂട്ട്, ദെൻ റൈറ്റ്. പോസ്റ്റ് ഓർഡറിൽ നിന്ന് നമുക്ക് റൂട്ട് കിട്ടും. ഇൻ ഓർഡറിൽ നിന്ന് നമുക്ക് റൂട്ടിൻ്റെ ലെഫ്റ്റ് ചിൽഡ്രനെയും റൈറ്റ് ചിൽഡ്രനെയും കിട്ടും. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. പോസ്റ്റ് ഓർഡറിൽ നിന്ന് നമ്മൾ റൂട്ടിനെ സെർച്ച് ചെയ്യുന്നു. ഇൻ ഓർഡറിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചിൽഡ്രനെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പോസ്റ്റ് ഓർഡർ നമുക്കറിയാലോ, റൂട്ട് എവിടെയാണ് കിടക്കുന്നത്? ലാസ്റ്റാണ് അല്ലേ? കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് ദെൻ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് റൂട്ടിനെ തേർഡ് മീറ്റ്, പ്രിൻ്റഡ് തേർഡ് മീറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ ആദ്യം ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്, അങ്ങനെയാണെങ്കിൽ റൂട്ട് ഇവിടെ ലാസ്റ്റാണ് പ്രിൻറ്റ് ചെയ്യുക പോസ്റ്റ് ഓർഡറിൽ. അപ്പോൾ നമുക്ക് റൂട്ട് ഈ സൈഡ് എവിടെ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാം. പോസ്റ്റ് ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം കാണുന്ന നോഡാണ് എന്തായിരിക്കുക? റൂട്ടായിരിക്കുക. ഇവിടെ കാണുന്നത് ആരാണ്? എ ആണ്. അപ്പോൾ എ ആണ് നമ്മുടെ റൂട്ട്. ഓക്കെ, ഇനി നമ്മൾ ഇൻ ഓർഡർ നോക്കുക. ഇൻ ഓർഡറിൽ എ നമ്മൾ സെർച്ച് ചെയ്യാം. എ ഇവിടെ കണ്ടു. എയുടെ ലെഫ്റ്റ് സൈഡിലുള്ളവരെല്ലാം എന്തായിരിക്കും? ലെഫ്റ്റ് ചിൽഡ്രനും റൈറ്റ് സൈഡിലുള്ളവരെല്ലാം റൈറ്റ് ചിൽഡ്രനും ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റിൽ ആരൊക്കെയുള്ളത്? ഡി, ബി, ഇ. നമ്മളിവിടെ നോട്ട് ചെയ്യുകയാണെങ്കിൽ ഡി, ബി, ഇ. റൈറ്റ് ചിൽഡ്രൻ ആരൊക്കെയാണ്? ജി, എഫ്, സി. ഇനി റൈറ്റ് സൈഡിലുള്ള ജി, എഫ്, സി അതിലെ റൂട്ട് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ പോസ്റ്റ് ഓർഡറിലേക്ക് പോകുക. അവിടെ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുക. അതിൽ എ ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്താണ്. പിന്നെ കാണുന്നത് സി ആണ്. പി സെറ്റിലെ സി ആണ് റൂട്ട് നമുക്ക് കിട്ടി. സി എന്ന് നമ്മൾ നോട്ട് ചെയ്തു. ഇനി സി റൂട്ടായി കിട്ടി. ബാക്കി ജിയും എഫും ആണ് കിട്ടി. ഇനി എഫ് സിയുടെ ഏത് ചൈൽഡാണ്? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ഇൻ ഓർഡറിലേക്ക് വരുന്നു. അവിടെ സീനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. സിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ജിയും എഫും ഇരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ചിൽഡ്രനായിട്ട് ജി ആൻഡ് എഫ് നോട്ട് ചെയ്തു. ഇനി ജിയിലും എഫിലും ആരാണ് റൂട്ടായിട്ട് വരുന്നത് നോക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? പോസ്റ്റ് ഓർഡറിലേക്ക് പോയി അവിടെ സിക്ക് ശേഷം, സി വരെ നമ്മൾ മൂവ് ചെയ്തിരുന്നു. സിക്ക് ശേഷം പിന്നെ ആരാ കാണുന്നത്? എഫ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി എഫ് ആണ് ഇവിടുത്തെ പാരൻറ്റ് റൂട്ട്. ഇനി അതിന് ശേഷം ഇനി ജിയും കൂടെ ഉള്ളൂ. ജി എഫിൻ്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻ ഓർഡറിലേക്ക് പോവാം. ഇൻ ഓർഡറിലാണ് ഒരു നോഡിൻ്റെ ലെഫ്റ്റ് ഓർ റൈറ്റ് ചൈൽഡിനെ കണ്ടുപിടിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫിനെ നമ്മൾ കണ്ടു. അവിടെ ജിയുടെ പ്ലേസ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജി ലെഫ്റ്റ് ചൈൽഡാണ് ആരുടെ? എഫിൻ്റെ. ഈ സെക്ഷനിലുള്ള എല്ലാവരെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ചിൽഡ്രൻ്റെ പൊസിഷൻ. ഇനി നമ്മൾ ലെഫ്റ്റിലെ ഡി, ബി, ഇ ഉണ്ടല്ലോ, ഇവരിൽ ആരാണ് റൂട്ട് എന്ന് നോക്കാം. അതിനുവേണ്ടി റൂട്ട് കാണാനായിട്ട് നമ്മളിവിടെ പോകണം. പോസ്റ്റ് ഓർഡറിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടം വരെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജി വരെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കാണുന്നത് ആരാണ്? ബി ആണല്ലേ. അപ്പോൾ ഇവരിൽ ആരാണ് റൂട്ട് വരുന്നത്?
ബി. ഇനി ഡി ഉണ്ട്, ഇ ഉണ്ട്. ആ ഡി, ഇ ഇവരിൽ ആരാണ് അടുത്ത റൂട്ട് എന്ന് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ബിയുടെ ഒരു കാര്യം കൂടിയുണ്ട്. ബിയുടെ ഡിയും ഇയും ബിയിൽ ഏത് സൈഡിലാണ് ഇവർ വരുന്നത് നോക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇൻ ഓർഡറിലേക്ക് പോകാം. അവിടെ ബി കണ്ടു. ബിയുടെ ലെഫ്റ്റിലെ ഡിയും റൈറ്റിലെ ഇയും ആണ് ഉള്ളത്. അപ്പം ഇതാണ് തന്നിരിക്കുന്ന പ്രീ ഓർഡർ, ഇൻ ഓർഡർ, ട്രാവേഴ്സ് വെച്ചിട്ട് ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്ത്. ഇങ്ങനെയാണ് നമ്മുടെ ട്രീ ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് പ്രീ ഓർഡർ ആൻഡ് ഇൻ ഓർഡർ തരുവാണെങ്കിൽ എങ്ങനെയാണ് ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. പ്രീ ഓർഡർ എന്ന് പറയുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? റൂട്ട് ഫസ്റ്റ്, ദെൻ ലെഫ്റ്റ്, ദെൻ റൈറ്റ്. ഇനി ഇൻ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ ഇൻ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ലെഫ്റ്റ്, ദെൻ റൂട്ട്, ദെൻ റൈറ്റ്. റൂട്ടുകളെല്ലാം എവിടെ ഉണ്ടായിരിക്കും? പ്രീ ഓർഡറിൽ നിന്ന്. റൂട്ടുകളെല്ലാം നമുക്ക് പ്രീ ഓർഡറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ ഓർഡർ എന്തിനു വേണ്ടിയിട്ടാണ്? റൂട്ടിൻ്റെ ചിൽഡ്രൻ ഏത് പൊസിഷനിലാണ്, ഏത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ് ഇൻ ഓർഡർ യൂസ് ചെയ്യണേ. ഇനി നമ്മൾ ഇതിലെ റൂട്ട് എവിടെയായിരിക്കുക? പ്രീ ഓർഡറിൽ റൂട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ തന്നെയായിരിക്കും അല്ലേ? കാരണം റൂട്ട് ലെഫ്റ്റ് റൈറ്റ് എന്നാണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ റൂട്ടാണ് ആദ്യം മീറ്റ് ചെയ്യുക. റൂട്ടിനെ ആയിരിക്കും നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുക. അപ്പോൾ പ്രീ ഓർഡറിൽ ആദ്യം കാണുന്നത് ആരാണ്? എ ആണ്. എ ആണ് റൂട്ട്. ഇനി എയുടെ ലെഫ്റ്റ് ചിൽഡ്രൻ, റൈറ്റ് ചിൽഡ്രൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എവിടെ നോക്കണം? എവിടെയാണ് നോക്കേണ്ടത്? ഇൻ ഓർഡർ. ഇൻ ഓർഡറിൽ നോക്കുക. എന്നെ കണ്ടുപിടിക്കുക. എയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. എയുടെ ലെഫ്റ്റിൽ ആരൊക്കെയാണ്? ഡി, ബി, ഇ. റൈറ്റിൽ ആരൊക്കെയാണ്? ജി, എഫ്, സി. ഇവിടെ നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഡി, ബി, ഇയിലെ റൂട്ട് ഏതാണെന്ന് നോക്കാം. ഈ 3 പേരിൽ ആരായിരിക്കും റൂട്ടായിട്ട് വരിക? അപ്പോൾ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് എങ്ങോട്ട് പോകണം? ഇൻ ഓർഡറിലേക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ വരെ സെർച്ച് ചെയ്തിരുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പ്രീ ഓർഡറിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ സെർച്ച് ചെയ്യണം. ഇവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ എ ഓൾറെഡി നമുക്ക് കിട്ടി കഴിഞ്ഞതാണ്. ഇനി ഇവരിൽ ആരാണ് ആദ്യം വരുന്നത്? ബി ആണല്ലേ. അപ്പം ബി നമുക്ക് എന്ത് കിട്ടി? അടുത്ത റൂട്ടായിട്ട് കിട്ടി. ഇനി ബിയുടെ റൈറ്റ് ചൈൽഡും ലെഫ്റ്റ് ചൈൽഡും ആരാണെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് എവിടെ നോക്കണം? ഇൻ ഓർഡറിൽ നോക്കണം. ഇൻ ഓർഡറിൽ ബിയുടെ ലെഫ്റ്റിൽ ആരാണ്? ഡിയും റൈറ്റിൽ ആരാണ്? ഇയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടി ഡി ലെഫ്റ്റ് നോഡും ഇ റൈറ്റ് നോഡും. ഇനി ഈ സൈഡിൽ ജി, എഫ്, സി ഉണ്ട്. ഇതിലെ ആരാണ് റൂട്ട് എന്ന് കാണാനായിട്ട് എന്ത് ചെയ്യണം? വീണ്ടും പ്രീ ഓർഡറിലേക്ക് പോയി അവിടെ നമ്മൾ സെർച്ച് ചെയ്യാം. ഇത്രയും വരെ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ കാണുന്നത് സി ആണ് ഇവിടുത്തെ റൂട്ടായിട്ട് വരുന്നത്. ഇനി ജിയും എഫും ഉണ്ട് അല്ലേ? ഈ ജിയും എഫും ഇനി എവിടെയാണ്? സിയുടെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ ഓർഡറിലേക്ക് പോകുന്നു. ഇൻ ഓർഡറിൽ നമ്മൾ സിയുടെ പൊസിഷൻ നോക്കി. അവിടെ ജിയുടെയും എഫിൻ്റെയും പ്ലേസ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അതായത് എന്താ മീനിങ്? ജിയുടെ ലെഫ്റ്റിലാണ് ആരെ? ജിയും എഫും കിടക്കുന്നത്. ഇനി ജിയിലും എഫിലും ഇവർ 2 പേരിൽ ആരാണ് റൂട്ട് എന്ന് നോക്കണം. റൂട്ട് ആരാണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? പ്രീ ഓർഡറിലേക്ക് പോയി അവിടെ നമ്മൾ പിന്നെ മീറ്റ് ചെയ്യുന്നത്, സിക്ക് ശേഷം മീറ്റ് ചെയ്യുന്നത് ആരെയാണ്? എഫിനെയാണ് അല്ലേ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു എഫ് ആണ് പിന്നെ വരുന്ന റൂട്ട്. ഈ 2 പേരിൽ റൂട്ടായിട്ട് ആര് വരും? പാരൻ്റായിട്ട് എഫ് വരുന്നു. ഇനി ജി ഉണ്ട് ബാക്കി. ജിയിൽ ജി എഫിൻ്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇൻ ഓർഡറിലേക്ക് പോയി നമ്മൾ എഫിനെ സെർച്ച് ചെയ്തെടുത്തു. അവിടെ ജിയുടെ പ്ലേസ് എവിടെയാണ്? ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് ചൈൽഡായിട്ട് ആരാണ് വരുന്നത്? ജി ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ട്രീ കൺസ്ട്രക്ഷൻ. പ്രീ ഓർഡറും ഇൻ ഓർഡറും തരാണെങ്കിൽ ഒരു ട്രീ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്തു.